Module 1, Introduction to Microeconomics. The term economics is derived from the Greek word oikonomia, which means household management. Household management എന്ന അർത്ഥമുള്ള oikonomy എന്ന ഗ്രീക്ക് വാക്കിൽ നിന്നുമാണ് economics എന്ന് പറയുന്ന പദം ഉരുത്തിരിഞ്ഞു വരുന്നത്. In early days, the term political economy was used to represent the field of social science, which is now popularly known as economics. ഇന്ന് economics എന്ന് അറിയപ്പെടുന്ന സാമൂഹ്യ ശാസ്ത്രം ആദ്യ കാലഘട്ടങ്ങളിൽ പൊളിറ്റിക്കൽ ഇക്കോണമി എന്നാണ് വിളിച്ചിരുന്നത് അല്ലെങ്കിൽ അറിയപ്പെട്ടിരുന്നത്. It was Alfred Marshall who used the term economics instead of political economy. Political economy ക്ക് പകരം economics എന്ന പദം ഉപയോഗിച്ചത് ആൽഫ്രഡ് മാർഷൽ ആണ്. Adam Smith is regarded as the father of economics. എക്കണോമിക്സിന്റെ ഫാദർ എന്നറിയപ്പെടുന്നത് ആഡം സ്മിത്ത് ആണ്. Let us find out some of the definitions of economics. ഏതാനും ചില എക്കണോമിക്സിന്റെ ഡെഫിനിഷൻസ് നമുക്ക് നോക്കാം. In the words of Alfred Marshall, economics is the study of people in the ordinary business of life. Economics എന്ന് പറയുന്നത് ആളുകളുടെ സാധാരണ ജീവിത പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള ഒരു പഠനമാണ്. In the words of Lionel Robbins, economics is the science which studies human behavior as a relationship between ends and scarce means, which have alternative uses. Lionel Robbins defines ഇങ്ങനെയാണ്, economics എന്ന് പറഞ്ഞൊരു സയൻസ് ആണ്. അത് മനുഷ്യന്റെ സ്വഭാവത്തെ കുറിച്ച് അല്ലെങ്കിൽ പെരുമാറ്റത്തെ കുറിച്ചാണ് പഠിക്കുക. ആവശ്യങ്ങളും അത് നിവർത്തിക്കാനുള്ള അപരിമിതങ്ങളായിട്ടുള്ള വിഭവങ്ങളും തമ്മിലുള്ള ബന്ധം, ആ ബന്ധത്തിൽ മനുഷ്യൻ എങ്ങനെ പെരുമാറുന്നു, അതിനെക്കുറിച്ചുള്ള ഒരു പഠനമാണ് എക്കണോമിക്സ് എന്ന് ലയണൽ റോബിൻസ് പറയുന്നു. In the words of P.A. Samuelson, economics is the study of how societies use scarce resources to produce valuable commodities and distribute them among different people. സമൂഹം അതിന്റെ പരിമിതമായ വിഭവങ്ങൾ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കാനായിട്ട് എങ്ങനെയാണ് വിനിയോഗിക്കുന്നത്, എങ്ങനെ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു, അത് ആളുകൾക്കിടയിൽ എങ്ങനെ വിതരണം ചെയ്യുന്നു, ഇതിനെക്കുറിച്ചുള്ള പഠനമാണ് എക്കണോമിക്സ് എന്ന് P.A. സാമുവൽസൺ പറയുന്നു. ഈ പറഞ്ഞ ഡെഫിനിഷനിൽ നിന്നും ഒരു കാര്യം നമുക്ക് മനസ്സിലാവും. എക്കണോമിക്സ് എന്ന് പറയുന്നത് വിവിധ മേഖലകളെ കുറിച്ചുള്ള ഒരു പഠനമാണ്. അത് എന്തൊക്കെ ഉൾപ്പെടും? How an individual uses his limited resources to maximize his well-being. എങ്ങനെയാണ് ആളുകൾ തങ്ങളുടെ പരിമിതമായിട്ടുള്ള വിഭവങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തങ്ങളുടെ ക്ഷേമം വർദ്ധിപ്പിക്കുന്നത്, മാക്സിമൈസ് ചെയ്യുന്നത്. How companies use their limited resources to maximize their business gains and profit. അതുപോലെ കമ്പനികൾ
തങ്ങളുടെ പരിമിതമായിട്ടുള്ള വിഭവങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ ബിസിനസ്സിലെ നേട്ടങ്ങളെയും ലാഭത്തെയും എങ്ങനെയാണ് പരമാവധി മാക്സിമൈസ് ചെയ്യുന്നത്. How an industry uses the limited resources in order to maximize gains of the firms which are part of the industry as well as industry as a whole. ഒരു വ്യവസായം, ഒരു ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഫേമുകൾ കൂടി ചേർന്നാണല്ലോ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അവരുടെ പരിമിതമായ വിഭവങ്ങൾ ഉപയോഗിച്ച് അവർ അവരുടെ നേട്ടം എങ്ങനെ മാക്സിമൈസ് ചെയ്യുന്നു. അതുപോലെ how society at large uses the limited resources at its disposal in order to produce required goods or commodities and distribute them among various individuals in society. അതുപോലെ സമൂഹം തങ്ങളുടെ പരിമിതമായ വിഭവങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് സാധന സേവനങ്ങൾ എങ്ങനെ ഉൽപ്പാദിപ്പിക്കുന്നു, അത് വിവിധ വ്യക്തികൾക്കിടയിൽ സമൂഹത്തിലേക്ക് എങ്ങനെ വിതരണം ചെയ്യുന്നു, ഇതും ഇക്കണോമിക്സിന്റെ പഠന വിഷയമാണ്. Microeconomics and macroeconomics are the two approaches to economic problems and analysis. The former relates to the study of individual economic units, while the latter is a study of the economy as a whole. Microeconomicsum, macroeconomicsum, economic problemsine analyze ചെയ്യാനുള്ള രണ്ട് സമീപനങ്ങളാണ്, രണ്ട് ബ്രാഞ്ചാണെന്ന് പറയാം. മൈക്രോ എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ യൂണിറ്റിന്റെ എക്കണോമിക് യൂണിറ്റിനെ കുറിച്ചാണ് പഠിക്കുന്നതെങ്കിൽ മാക്രോ എന്ന് പറയുന്നത് ഇക്കോണമിയെ മൊത്തത്തിലാണ് പഠിക്കുക. It was Ragnar Frisch who used the term micro and macro in economics in 1933. മൈക്രോ മാക്രോ എന്നീ വാക്കുകൾ ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത് റാഗ്നർ ഫ്രിഷ് ആണ് 1933. The word micro is derived from the Greek word micros, which means small. Micro എന്ന് പറയുന്ന വാക്ക് ഗ്രീക്ക് വേർഡ് ആയിട്ടുള്ള മൈക്രോസിൽ നിന്നുമാണ് ഡിറൈവ് ചെയ്തത്. അതിന്റെ മീനിങ് സ്മോൾ എന്നാണ്. The term macro is derived from the Greek word macros, which means large. വലുത് എന്ന അർത്ഥമുള്ള മാക്രോസ് എന്ന ഗ്രീക്ക് വാക്കിൽ നിന്നുമാണ് മാക്രോ എന്ന് പറയുന്ന വേർഡ് ഡിറൈവ് ചെയ്തത്. As the terms imply, microeconomics focuses on micro or small segment of economy, and it studies the decision-making process and economic problems of individuals in an economy with respect to how they use scarce means or resources at their disposal for satisfying their unlimited ends. മൈക്രോ എക്കണോമിക്സിന്റെ വേർഡ് മീൻ ചെയ്യുന്നത് പോലെ തന്നെ ഇക്കോണമിയുടെ ചെറിയ യൂണിറ്റുകളെ കുറിച്ച്, ചെറിയ ഭാഗത്തെ കുറിച്ചുള്ള പഠനമാണ്. അത് ഇൻഡിവിജ്വൽ യൂണിറ്റ്സ്, ഹൗസ് ഹോൾഡ്, ഫേം, ഇവയൊക്കെ എങ്ങനെയാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്, അവരുടെ കൈവശമുള്ള പരിമിതമായ വിഭവങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവരെങ്ങനെയാണ് അവരുടെ സാറ്റിസ്ഫാക്ഷൻ മാക്സിമൈസ് ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ വെൽഫെയർ മാക്സിമൈസ് ചെയ്യുക. ഓൺ ദി അതർ ഹാൻഡ്, മാക്രോ എക്കണോമിക്സ് ലുക്സ് അറ്റ് എ ലാർജർ പിക്ചർ ആൻഡ് ഈസ് സ്റ്റഡി ഓഫ് ഇക്കോണമി ആസ് എ ഹോൾ. എന്നാൽ മാക്രോ എക്കണോമിക്സിൽ ഇക്കോണമിയെ കുറിച്ച് മൊത്തത്തിലുള്ള ഒരു പഠനമാണ് നടക്കുക. Then what is the meaning of microeconomics? നമ്മുടെ വിഷയം മൈക്രോ എക്കണോമിക്സ് ആയതുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ച് അല്പം കൂടി നോക്കാം. So microeconomics is the study of the economic actions of individuals and small groups of individuals. Microeconomics എന്ന് പറയുന്നത് വ്യക്തികളുടെയും ചെറിയ ഗ്രൂപ്പുകളുടെയും സാമ്പത്തിക പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള പഠനമാണ്. This includes, according to Professor Balding, the study of particular firms, particular households, individual prices, wages, incomes, individual industries, particular commodities. Professor Baldingന്റെ അഭിപ്രായത്തിൽ മൈക്രോ എക്കണോമിക്സിൽ എന്തൊക്കെ വരുന്നുണ്ട്? ഇത് ഒരു പ്രത്യേകം അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഫേമിനെ കുറിച്ചുള്ള പഠനമാണ്, ഹൗസ് ഹോൾഡിനെ കുറിച്ച് പഠനമാണ്, ഇൻഡിവിജ്വൽ പ്രൈസിനെ കുറിച്ചുള്ള പഠനമാണ്, ഇൻഡിവിജ്വൽ വേജസിനെ കുറിച്ചുള്ള പഠനമാണ്, ഇൻകത്തെ കുറിച്ചുള്ള പഠനമാണ്, ഇൻഡിവിജ്വൽ ഇൻഡസ്ട്രിയെ കുറിച്ചുള്ള പഠനമാണ്, അതുപോലെ പർട്ടിക്കുലർ കമ്മോഡിറ്റിയെ കുറിച്ചുള്ള പഠനമാണ്. എന്ന് പറഞ്ഞ എല്ലാം ഇൻഡിവിജ്വൽ യൂണിറ്റ്സ് ആണ്. ഇറ്റ് കൺസേൺസ് ഇറ്റ്സെൽഫ് വിത്ത്
the analysis of price determination, and the allocation of resources to specific users. അതിലെന്തൊക്കെ വരുക? പ്രൈസ് എങ്ങനെ ഡിറ്റർമിൻ ചെയ്യുന്നു, വിഭവങ്ങളെ എങ്ങനെ വ്യത്യസ്തമായ ആവശ്യങ്ങൾക്ക് അലോക്കേറ്റ് ചെയ്യുക, ഇതൊക്കെ മൈക്രോ എക്കണോമിക്സിന്റെ ഭാഗമാണ്. The determination of equilibrium output of the firm or industry, the wage of a particular type of labor, the price of a particular commodity, etc. are some of the fields of microeconomic theory. ഇപ്പൊ മൈക്രോ എക്കണോമിക്സിൽ വരുന്നത് ഒരു ഫേമിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയെ സംബന്ധിച്ച് അവരുടെ ഇക്വിലിബ്രിയം ഔട്ട്പുട്ട് എന്താണ്, ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ലേബറിന്റെ വേജ് എന്താണ്, ഒരു പർട്ടിക്കുലർ കമ്മോഡിറ്റിയുടെ വില എന്താണ്, ഇതൊക്കെ മൈക്രോ എക്കണോമിക്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. Micro economics deals with the division of total output among industries and firms and the allocation of resources among competing groups. അതുപോലെ തന്നെ മൊത്തം ഉൽപ്പന്നം എങ്ങനെയാണ് ഫേമുകൾക്കും വ്യവസായങ്ങൾക്കും ഇടയിൽ വിതരണം ചെയ്യപ്പെടുക, എങ്ങനെയാണ് വിഭവങ്ങൾ വിവിധ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കപ്പെടുക, ഇതൊക്കെ മൈക്രോ എക്കണോമിക്സിന്റെ ഭാഗങ്ങളാണ്. So in fact, microeconomics is a microscopic study of the economy, according to Maurice Dobb. Maurice Dobbന്റെ അഭിപ്രായത്തിൽ മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത് ഇക്കോണമിയെ ഒരു മൈക്രോസ്കോപ്പിലൂടെയുള്ള ഇക്കോണമിയെ കുറിച്ചുള്ള പഠനമാണ് മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത്. It is like looking at the economy through a microscope to find out the working of markets for individual commodities and the behavior of individual consumers and producers. മാർക്കറ്റിൽ ഇൻഡിവിജ്വൽ കൺസ്യൂമേഴ്സും ഇൻഡിവിജ്വൽ പ്രൊഡ്യൂസേഴ്സും ഒക്കെ എന്താണ് അവരുടെ പെരുമാറ്റത്തെ കുറിച്ച് ഒരു മൈക്രോസ്കോപ്പിലൂടെയുള്ള ഒരു സൂക്ഷ്മമായിട്ടുള്ള പഠനമാണ് മൈക്രോ ഇക്കണോമിക്സ് എന്ന് പറയുന്നത്. അപ്പൊ സൂക്ഷ്മ യൂണിറ്റുകളെ കുറിച്ചുള്ള ഇൻഡിവിജ്വൽ യൂണിറ്റുകളെ കുറിച്ചുള്ള പഠനമാണ് മൈക്രോ ഇക്കണോമിക്സിൽ വരിക. ഓക്കെ, താങ്ക് യു.